ഒരാളെക്കുറിച്ചുള്ള അന്വേഷണം അല്ലെങ്കിൽ ഒരാളുടെ കഥ മറ്റു പല ആളുകളുടെ പെർസ്പെക്റ്റീവിലൂടെ കാണിച്ചു തന്ന് മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു സിനിമയെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു കാലഘട്ടത്തിൽ തന്നെ വിവിധ ആളുകളുടെ കണ്ണുകളിലൂടെ കാണിച്ചു തന്ന തികച്ചും വ്യത്യസ്തമായ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവിയായിരുന്നു 2009 പുറത്തു വന്ന മമ്മൂട്ടി രഞ്ജിത്ത് ടീമിന്റെ പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ. ഡാഡി കൂളും ലൗഡ് സ്പീക്കറും പഴശ്ശിരാജയും ചട്ടമ്പി നാടും ഒക്കെ ഇറങ്ങിയ അതേ 2009 മമ്മൂട്ടിയുടേതായി വന്ന മറ്റൊരു മാസ്റ്റർ പീസ്. കൃത്യമായി പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പഴശ്ശിരാജ എന്ന ഹിസ്റ്റോറിക് മൂവിക്ക് ശേഷം തൊട്ടടുത്തതായി ഇറങ്ങിയ മമ്മൂട്ടി ചിത്രമായിരുന്നു ഇത് രണ്ടിനുമിടയിൽ കേരള കഫേ ഉണ്ടായിരുന്നെങ്കിലും അതൊരു മമ്മൂട്ടി സിനിമ മാത്രമായി നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. ഇനി സിനിമയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ തിയേറ്റർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇന്നും ഓർത്തിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ പടത്തിന്റെ ഇന്റർവെൽ ബ്ലോക്കിൽ ഒരു പഴയ തറവാടിന്റെ മുന്നിൽ ക്യാമറയുടെ ഇടതുവശത്ത് നിന്ന് ഒരു തോർത്തുമുണ്ട് മാത്രം ഇട്ടുകൊണ്ട് സ്ക്രീനിലേക്ക് നടന്നു വരികയാണ് മുരിക്കുംകുന്നത്ത് അഹമ്മദ് ഹാജി. എനിക്ക് ആ ഒരു ഫ്രെയിം കണ്ടപ്പോൾ ആദ്യമായി മനസ്സിലേക്ക് വന്നത്, മമ്മൂട്ടി എന്ന നടന്റെ പൊന്തന്മാട, വിധേയൻ പോലുള്ള സിനിമകൾ ഭയങ്കര സിനിമകളാണെന്ന കേട്ടുകേൾവി ഉണ്ടെന്നല്ലാതെ അവ രണ്ടും ഞാൻ മുഴുവനായിരുന്നു കണ്ട സിനിമകളൊന്നുമല്ല. എന്നാൽ ആ ഒരു റേഞ്ചിൽ നിൽക്കാൻ പോകുന്ന ഒരു മമ്മൂട്ടി കഥാപാത്രം ജീവിതത്തിൽ ആദ്യമായി ഞാനിതാ നേരിട്ട് കാണാൻ പോകുന്നു, അതും ബിഗ് സ്ക്രീനിൽ എന്നൊരു ഫീൽ ആയിരുന്നു എനിക്ക്. ആൻഡ് അതിലൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഞാൻ കണ്ട പാലേരി മാണിക്യം ഒരു 100% ആർട്ട് ഹൗസ് സിനിമ ആയിരുന്നെങ്കിൽ എനിക്ക് തീർച്ചയായും അത് ഇഷ്ടപ്പെടുമായിരുന്നില്ല. അപ്പം ഇന്ന് ആ സിനിമയെ പറ്റി ഇതുപോലെ ഒഴുക്കോടെ സംസാരിക്കാൻ എനിക്കാവുകയും ഇല്ല. പക്ഷേ ഇതൊരു സ്ലോ പേസ്ഡ് മൂവി ആണെങ്കിലും ഇതിലെ ആ കമേഴ്സ്യൽ സിനിമ എലമെന്റ്, അതായത് അൾട്ടിമേറ്റ്ലി ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെന്നുള്ള കാരണം മൂലം എനിക്കിതൊരു മികച്ച ചിത്രമായി അനുഭവപ്പെടുകയും അങ്ങനെ ഒരു സിനിമയിലാണ് മമ്മൂട്ടിയുടെ ഇതുപോലൊരു ഹെവി കഥാപാത്രം എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്നത് മറ്റൊരു സന്തോഷമുണ്ടാക്കുന്ന കാര്യം. ഇനി തിയേറ്റർ കാഴ്ചയിൽ ഞാൻ ഈ സിനിമയെ പറ്റി ഓർത്തിരിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മമ്മൂട്ടി, ശ്രീനിവാസൻ, സിദ്ദിഖ് പോലുള്ള ചുരുക്കം ചില മുഖങ്ങൾ ഒഴിച്ചാൽ നമുക്ക് തീരെ പരിചിതരല്ല ഈ സിനിമയിൽ വന്നു പോകുന്ന മറ്റു പ്രധാന കഥാപാത്രങ്ങൾ. എന്നിട്ടും അവർ ഓരോരുത്തരുടെയും ഗംഭീര പെർഫോമൻസ് ആണ് നമുക്ക് ഈ പടത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ക്ലൈമാക്സിലെ ആ ഒരു ട്വിസ്റ്റ്, നായകന്റെ മൂന്നാമത്തെ അവതാരം. സോ ആകെ മൊത്തം പറഞ്ഞ കൊമേഴ്സ്യൽ സിനിമയുടെയും ആർട്ട് ഹൗസ് സിനിമയുടെയും നടുക്കുള്ള ഒരു നൂലിൽ സധൈര്യം നിന്നാടുന്ന ഒരു മികച്ച സിനിമയായിരുന്നു പാലേരി മാണിക്യം.